ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രാജ്യസന്നദ്ധനായി കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവിയൊഴിയാൻ സന്നദ്ധത അറിയിച്ചുവെന്ന 24 വാർത്തയിലായിരുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. ഈ വാർത്ത കെ സുരേന്ദ്രൻ പിന്നീട് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തു. താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ആരും രാജിവെക്കുന്നില്ലെന്നും രാജി ചോദിച്ചിട്ടില്ല എന്നുമായിരുന്നു BJP കേരള പ്രഭാരിയുടെ പ്രതികരണം. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക് പുറത്തുവിട്ട അല്ലെങ്കിൽ ദീപക് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത ഇപ്പോഴിതാ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ തള്ളുന്നില്ല, ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം തന്നെയാണ് BJPയിൽ സുരേന്ദ്രൻ രാജിവെക്കാൻ ഉള്ള സന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു എന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാലക്കാട് BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ ശക്തി ദുർഗങ്ങളിൽ പാർട്ടിക്ക് കാലിടറുമ്പോൾ പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധം, വിമർശനം സുരേന്ദ്രനെതിരെ ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ ഒരു നീക്കമായിരുന്നു. അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും സുരേന്ദ്രൻ പദവി ഒഴിയില്ല. രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിലും പദവി ഒഴിയില്ല. അദ്ദേഹം പദവിയിൽ തുടരും. ആ നിലയ്ക്ക് ഈ മട്ടിലുള്ള വിമർശനങ്ങളെ കൂടി ചെറുക്കാൻ സുരേന്ദ്രൻ ഈ അവസരം അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയാം, അല്ലേ? ഇതിൽ വിജയകുമാർ, കാലത്ത് 24 ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു. ദേശീയ നേതൃത്വത്തിന് സുരേന്ദ്രന്റെ രാജി സന്നദ്ധത ലഭ്യമായി എന്നുള്ളതും മാത്രവുമല്ല, ഇതിൽ പ്രകാശ് ജാവ്ദേക്കറിന്റെ പ്രതികരണം വരുന്നതിനും മണിക്കൂറുകൾ മുൻപ് തന്നെ രാജി സ്വീകരിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. മാത്രവുമല്ല, BL സന്തോഷ് ലെറ്റ് ഇറ്റ് കംപ്ലീറ്റ് യുവർ വർക്ക് വെരി വെൽ എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. അതായത് അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കണം എന്നുള്ള നിലപാടിൽ ഒരു മറുപടി നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനുശേഷം കെ സുരേന്ദ്രനുമായി നമ്മൾ ബന്ധപ്പെടുന്നു. കെ സുരേന്ദ്രൻ ആ വാർത്ത നമ്മൾ നൽകിയ വാർത്ത 24ന്റെ ബിഗ് ബ്രേക്ക് സ്ഥിരീകരിക്കുന്നു. പിന്നീടാണ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വാർത്താക്കുറിപ്പ് തന്നെ വരുന്നത്. പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വാർത്താക്കുറിപ്പിൽ പാലക്കാട് ഉൾപ്പെടെ 2026 വിജയിക്കും, ആരുടെയും രാജി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാണ് രാജി സന്നദ്ധത എന്ന ഒരു വാർത്ത വരാനുള്ള സാധ്യതയുണ്ടെന്നത് കണക്കിലെടുത്തുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കർ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തതാണ്. അദ്ദേഹം തന്നെ, പ്രഭാരി തന്നെ തയ്യാറാകുന്നു. രഘുനാഥിൻ്റെ പ്രതികരണം വരുന്നു പാലക്കാട്ടെ പ്രശ്നങ്ങളെക്കുറിച്ച്. അത് ഏറ്റവും ഒടുവിലാണ് കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം, അതായത് എന്താണോ 24 കാലത്ത് ബ്രേക്ക് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു, ഒരു കൂട്ടുത്തരവാദിത്തമാണ് വേണ്ടതെങ്കിലും ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് രാജിവെക്കാൻ അനുമതി നൽകണം എന്നതായിരുന്നു സുരേന്ദ്രൻ്റെ കേന്ദ്ര നേതൃത്വത്തിനോടുള്ള സന്ദേശം. അതുതന്നെയാണ് പിന്നീട് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് കലക്റ്റീവായി കൂട്ടായ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിൽ നടന്നത്, പക്ഷേ പ്രസിഡന്റ് എന്ന നിലയിൽ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ്, താനത് ഏറ്റെടുക്കുന്നു. എന്നാൽ ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ, എല്ലാം ഓഡിറ്റിന് വിധേയമാകും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കെ സുരേന്ദ്രൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ആ സർജിക്കൽ സ്ട്രൈക്കിൽ സുരേന്ദ്രൻ വളരെ കൃത്യമായി വിജയൻ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം, ഈ സ്ഥാനാർത്ഥി നിർണയം ദേശീയ നേതൃത്വമാണ് തീരുമാനിച്ചത്. അതിൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ചുമതല കുമ്മനം രാജശേഖരനായിരുന്നു എന്നുള്ള കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ഈ പാലക്കാട് ഉണ്ടായ പൊട്ടിത്തെറിയിൽ സുരേന്ദ്രൻ തൽക്കാലത്തേക്ക് വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താവുന്നത്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മർദ്ദം പാർട്ടിക്കകത്തു നിന്നുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജി സന്നദ്ധത അറിയിക്കുന്നു. കേന്ദ്ര നേതൃത്വം അത് സ്വീകരിക്കുന്നില്ല, തുടരാൻ ആവശ്യപ്പെടുന്നു. BJPയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നാളെ BJPയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അതിൽ അജണ്ട. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ സുരേന്ദ്രൻ പദവിയിൽ തുടരും എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരങ്ങൾ. പുതിയ പ്രസിഡന്റ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും BJPയിൽ
ഉണ്ടാവുക. അത് താൽക്കാലിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരും വരില്ല. അത്തരം ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തള്ളുകയാണ്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം നൽകിയത്. അതേസമയം തോൽവിക്ക് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെയും സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയാണ് BJP നേതൃത്വം ഇപ്പോൾ നഗരസഭയോട് പെരുമാറുന്നതെന്നും പ്രമീള ശശിധരൻ 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ BJPയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. അത് കൃഷ്ണകുമാറിൻ്റെ പേര് തന്നെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നാരോപിച്ച് കൂടുതൽ BJP നേതാക്കളും രംഗത്ത് വന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റു പറ്റിയിട്ടില്ല എന്നാണ് K സുരേന്ദ്രന്റെ മറുപടി. ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത്, ഇത് തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചത്, ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ സംഭവിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, അസാധാരണമായൊരു സാഹചര്യമാണ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ നഗരസഭാ അധ്യക്ഷ തന്നെ പറയുന്നു അവിടെ ഞങ്ങളെ വിമർശിക്കുന്നത് തോറ്റതിന്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിലെന്നാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭയും BJP സംസ്ഥാന ഘടകവും ഏതാണ്ട് 2 പാർട്ടികളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു ഈ പ്രസ്താവനകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും, അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും വിജയകുമാർ, നമുക്കിപ്പോൾ അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് പാലക്കാട് BJPയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ BJPയുടെ റിപ്പോർട്ട്, അതായത് കൗൺസിലർമാർ 18 കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലായില്ല. അതോടൊപ്പം തന്നെ ഈ നഗരസഭാ കൗൺസിലർ അടക്കം, പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം കാര്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള രഘുനാഥിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി, അത് 24 ആണ് പുറത്തുവിട്ടത്, അതോടുകൂടി വലിയ രീതിയിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ N ശിവരാജൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നു. അതായത് കൗൺസിലർമാരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പിഴവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നു. പിന്നീട് പക്ഷേ പ്രമീള ശശിധരൻ അവർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല, C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകരുത് എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. തങ്ങൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലേ എന്നുള്ളതാണ്. നിരന്തരം ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇക്കാര്യം നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ മറുപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ തിരുത്തലുണ്ടായില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ശേഷം പക്ഷേ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വീഴ്ചയും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രമീള ശശിധരൻ അടിയുറച്ചു പറയുന്നു. നഗരസഭ പരാജയമായിരുന്നു എന്ന് പറയുന്നെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം BJP ജില്ലാ നേതൃത്വത്തിനാണ് എന്നും അവർ ആഞ്ഞടിച്ചു പറയുന്നുണ്ട്. ഒരുപക്ഷെ താൻ ഈ പ്രിയ അജയന് ശേഷം പ്രമീള ശശിധരൻ നഗരസഭാ ചെയർപേഴ്സൺ ആയതിന്റെ വൈരാഗ്യമായിരിക്കാം ഈ കാരണമെന്ന് പറയാൻ കഴിയും. അത് പൂർണ്ണമായി തള്ളാൻ കഴിയില്ല ആ സാധ്യത എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. C കൃഷ്ണകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന് വോട്ടല്ല നോട്ടാണ് മുഖ്യം എന്നുള്ള കാര്യം ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് തള്ളാനോ കൊള്ളാനോ പ്രമീള ശശിധരൻ തയ്യാറായിട്ടില്ല. അതിനു പിന്നാലെ നമ്മൾ N ശിവരാജനെ വീണ്ടും കണ്ടു. അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം സ്ഥാനാർത്ഥി മാറിയാൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന് താൻ തുടക്കം മുതൽ പറഞ്ഞതാണ്. പക്ഷെ അക്കാര്യങ്ങൾ നേതൃത്വം അക്കാര്യം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. ഈ C കൃഷ്ണകുമാർ ഇവിടെ പണി തുടങ്ങുന്ന കാലത്ത് നേതൃത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളാണ് താൻ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ തന്നെ പഠിപ്പിക്കാൻ തയ്യാറാകേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് N ശിവരാജൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കടുത്ത തോൽവിക്ക് ശേഷം BJPയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് ജില്ലയിലെ പ്രാദേശിക നേതൃത്വം. ഇന്നലെ ജില്ലാ കമ്മിറ്റി അംഗം തരൂർ സുരേന്ദ്രൻ നമ്മളോട് വ്യക്തമാക്കിയത്
ഈ സ്ഥാനാർത്ഥിയുടെ മാത്രം കാര്യമല്ല, നേതൃത്വത്തിന് തന്നെ പിഴവ് പറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിരുന്നു. എന്തായാലും കൂടുതൽ കൗൺസിലർമാർ ഇന്ന് സ്ഥാനാർത്ഥിക്കെതിരെ സി കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇപ്പോൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സ്മിതേഷ് അടക്കം, ആരോഗ്യ വിഭാഗത്തിലെ സ്മിതേഷ് എന്ന കൗൺസിലർക്കെതിരെ അടക്കം പരാമർശങ്ങളുണ്ട്. അദ്ദേഹം അടക്കം സ്മിതേഷ്, സാബു തുടങ്ങിയ കൗൺസിലർമാർക്കെതിരെ പരാമർശമുണ്ട്. ശോഭ സുരേന്ദ്രൻ പല വാർഡുകളിലും പാർട്ടിയെ പിന്നിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിമർശനങ്ങളുണ്ട്. ഇവരൊക്കെ ശോഭ പക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകളുമാണ്. അത് ശോഭ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെയാകണം സ്ഥാനാർത്ഥി ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്തായാലും കൂടുതൽ കലുഷിതമാകാൻ പോകുന്നു പാലക്കാട്ടെ BJPയിലെ സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് നിലവിലത്തെ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ വിമർശനം അതിരൂക്ഷമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അതൊന്നും തള്ളുന്നില്ല. തന്നെയല്ല, ഈ സ്ഥാനാർത്ഥി സ്വീകാര്യനായിരുന്നില്ല നഗരസഭയിലെ വോട്ടേഴ്സിന് എന്നുകൂടി പറയുന്നു. അതിഗുരുതരമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് പാർട്ടി കണക്കെയാണ് പാലക്കാട്ടെ നഗരസഭയിലെ BJPയും സംസ്ഥാന ഘടകവുമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിനിടെ സി കൃഷ്ണകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജനും രംഗത്തെത്തി. സി കൃഷ്ണകുമാർ എന്നെ പഠിപ്പിക്കേണ്ടെന്നും കൃഷ്ണകുമാറിന്റെ ബൂത്തിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കട്ടെ എന്നും N ശിവരാജൻ പറഞ്ഞു. പാലക്കാട്ടെ പ്രഭാരി P രഘുനാഥിനെയും രൂക്ഷമായി N ശിവരാജൻ വിമർശിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശിവകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമൊക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജന് വായിച്ച് മനസ്സിലാക്കാനും കൂടി പറ്റില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ, എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? അയാളുടെ ഉത്തരവാദിത്തമല്ലേ ഇത് ചലിപ്പിക്കേണ്ടത്. അയാൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അയാൾ സ്ഥാനം രാജിവെക്കണം. N ശിവരാജന്റെ വിമർശനത്തോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു P രഘുനാഥിന്റെ മറുപടി. അങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം. മോദിജി വന്നിട്ട് പോലും 43,000 വോട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് 40,000-ഓളം വോട്ടുണ്ട്. 1.5% വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെയൊന്നും അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമില്ല. അദ്ദേഹം അങ്ങനെ പറയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. കാരണം അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രായം അവഗണിച്ചുകൊണ്ട് ഈ പ്രചരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാട്ടെ തോൽവിയുടെ പേരിൽ BJPക്കുള്ളിൽ പോര് മുറുകുന്നതിനിടെ നാളെ സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും A ക്ലാസ് മണ്ഡലത്തിലെ തോൽവി ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദങ്ങളെ തടയുന്നതിൻ്റെ ഭാഗമായാണ് K സുരേന്ദ്രൻ്റെ രാജ്യസന്നദ്ധത. നാളത്തെ അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ നേതൃയോഗത്തിൽ ഇതൊക്കെ ചർച്ചയാകും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, നാളെ ചേരുന്ന അവലോകന യോഗമല്ല നേതൃയോഗം യഥാർത്ഥത്തിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമമൊക്കെ ആലോചിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയം കേന്ദ്രീകരിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ പൊട്ടിത്തെറി, വലിയ വിമർശനം, ഏറ്റുമുട്ടൽ ആ യോഗത്തിൽ ഉണ്ടാകാനാണല്ലോ സാധ്യത, അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട വിജയകുമാർ. അതായത് ഈ K സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷനായി തുടരും എന്നുള്ളതായിരുന്നു നേരത്തെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പറഞ്ഞിരുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോയതും. ഏതാനും ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരും ചിലർ മാറും എന്നതായിരുന്നു ധാരണ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട്ട് ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ എതിർ ക്യാമ്പ് സജീവമായിട്ടുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ സുരേന്ദ്രനെതിരെ തിരിയുകയാണെങ്കിൽ അത് സുരേന്ദ്രന് പുറത്തേക്കുള്ള പോക്കിനും പുതിയ ആൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനും സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ നാളത്തെ ഈ ഭാരവാഹി യോഗം പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വേദിയാകും. നാളെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗം വിളിച്ചിട്ടുള്ളതെങ്കിലും അവിടെ നടക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചർച്ച തന്നെയാകും എന്നുറപ്പാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം K സുരേന്ദ്രന്റെ കാലാവധി ഈ നവംബർ മാസത്തിൽ കഴിയുകയാണ്. നവംബർ-ഡിസംബർ മാസങ്ങളിൽ BJP സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. ഇത് പരമാവധി ഉപയോഗിക്കാൻ എതിർചേരി ശ്രമിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടന്നിട്ടുള്ളത് V മുരളീധര പക്ഷം എന്ന പക്ഷം പിളർപ്പിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം V മുരളീധരൻ പരസ്യമായി K സുരേന്ദ്രനെ തള്ളി പറഞ്ഞിട്ടുണ്ട്.
പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച കാര്യങ്ങൾ കെ സുരേന്ദ്രനോട്, സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി കഴിഞ്ഞു എന്ന് ചുരുക്കം. മാത്രമല്ല, കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ വി മുരളീധരനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനവസരത്തിലുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ പി രഘുനാഥ് അവിടെ പാലക്കാട്ട് ഏകോപനത്തിൽ വരുത്തിയ വീഴ്ച, ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. പിറവത്ത് വി മുരളീധരൻ അധ്യക്ഷനായിരുന്നപ്പോൾ 2000 വോട്ട് മാത്രമാണ് കിട്ടിയത്. അന്ന് പക്ഷേ അധ്യക്ഷൻ രാജിവെക്കണം എന്നൊരാവശ്യം ഉയർന്നില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി പറയുന്നുണ്ട്. അതായത് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വി മുരളീധരനും ഒപ്പം നിൽക്കുന്ന ആളുകളും ഉണ്ടോ എന്ന് പോലും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും കെ സുരേന്ദ്രനെ സംശയിക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ സംഭവബഹുലമായ ദിവസമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. എന്ത് വേണമെങ്കിലും ബി ജെ പിയിൽ സംഭവിക്കാം. പൊട്ടിത്തെറികൾ ബി ജെ പിയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പാലക്കാട്ടെ നഗരസഭാ അംഗങ്ങൾക്കും അതോടൊപ്പം ശോഭാ സുരേന്ദ്രനും മുകളിൽ ചുമത്താൻ ഔദ്യോഗിക പക്ഷം കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും അടക്കം ശ്രമിക്കുമ്പോൾ സി കൃഷ്ണകുമാറിന്റെ വീഴ്ചയും അദ്ദേഹത്തെ പിന്തുണച്ച കെ സുരേന്ദ്രന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളതുമായിരിക്കും എതിർപക്ഷം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുക. എന്തായാലും നാളത്തെ ഈ യോഗം നിർണായകമാണ്. യെസ്, ബി ജെ പിയിലെ ആഭ്യന്തര ചർച്ചകൾ, ആഭ്യന്തര നീക്കങ്ങൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. നാളെ നേതൃയോഗമുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും പാലക്കാട്ട് ഒരു എ ക്ലാസ് മണ്ഡലമെന്ന് ബി ജെ പി സ്വയം വിലയിരുത്തുന്ന ആ മണ്ഡലത്തിലെ വലിയ പരാജയം അത് ചർച്ചയാകും. കെ സുരേന്ദ്രൻ്റെ മേൽ അതിൽ വലിയ വിമർശനം ഉയരും. എന്തായിരിക്കും മറുപടി എന്നതൊക്കെ നോക്കേണ്ടതുണ്ട്. അതിനിടെയാണ് നേരത്തെ വി മുരളീധരനെ പറ്റിയുള്ള കെ സുരേന്ദ്രൻ്റെ പ്രതികരണം കൂടി ഇപ്പോൾ ചർച്ചയാകുന്നത്. വളരെ അടുത്ത് വി മുരളീധര പക്ഷത്തെ നേതാവായി കെ സുരേന്ദ്രൻ അറിയപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും രണ്ടു ചേരിയായി മാറിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ആ സൂചന തന്നെയായിരുന്നു പിറവം തെരഞ്ഞെടുപ്പ് പരാജയം ചൂണ്ടിക്കാട്ടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശം. അതുകൂടി നമുക്ക് കാണാം. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലെ ആദ്യ ദിനം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ അദാനി വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചത് സഭാധ്യക്ഷൻ തടഞ്ഞു. You are questioning ruling of the chair. If you suspend today's business, we can explain because the Adani One second, sir. regarding this bribery case is affecting the entire country. Nothing is on record. And nothing is going on record. No. Entire Nothing country. is going on record. Nothing is going on record. Consistently, Nothing is Modi ji is supporting him. Nothing is going on record. No. You are questioning ruling of the chair. If you suspend. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. पार्लियामेंट में स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें. दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, वे संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं.
ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഈ സമ്മേളനകാലത്തെ പ്രതിപക്ഷ അജണ്ട? പ്രതിപക്ഷ നീക്കങ്ങളുടെ കാതൽ എന്നത് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ വ്യക്തമായി. അദാനി വിഷയത്തിൽ അതിശക്തമായി ഇരുസഭകളിലും പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അത് ഉന്നയിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആദ്യ ദിവസം തന്നെ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ശീതകാല സമ്മേളനത്തിന് എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ കൈവശം നിരവധി ആയുധങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. അതിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്നുള്ളത് അദാനിക്കെതിരായ US-ലെ കേസ് എന്നുള്ളതാണ്. കൂടാതെ മണിപ്പൂർ വിഷയം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൈവശമുണ്ട്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ ഈ അദാനി വിഷയം പ്രധാന വിഷയമായി ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇരു സഭകളും സമ്മേളിച്ച് ലോക്സഭയിൽ 2 സിറ്റിംഗ് അംഗങ്ങളും 3 മുൻ അംഗങ്ങളും ഉൾപ്പെടെ അന്തരിച്ച 5 അംഗങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തി 1 മണിക്കൂർ പിരിയാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അദാനി വിഷയം ഉന്നയിച്ച് ആ ഘട്ടത്തിൽ തന്നെ ബഹളം ഉയർത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. രാജ്യസഭയിലാകട്ടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. സഭ നിർത്തിവെച്ചുകൊണ്ട് ഗൗരവതരമായ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ചെയർമാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉയർത്തി. തുടർന്ന് 15 മിനിറ്റ് നേരത്തേക്ക് രാജ്യസഭ പിരിയുകയായിരുന്നു. ഇരു സഭകളും പിന്നീട് സമ്മേളിച്ച ഘട്ടത്തിലും അദാനി വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിമിഷങ്ങൾ മാത്രമാണ് സമ്മേളിക്കാൻ കഴിഞ്ഞത്. 2 സഭകളും ബുധനാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. നാളെ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായതുകൊണ്ട് തന്നെ സഭകൾ സമ്മേളിക്കുന്നില്ല. ഈ ഭരണഘടനാ ദിന ആഘോഷങ്ങൾക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ സഭാ സമ്മേളനമില്ല. ഇനി മറ്റന്നാളാണ് ഇരുസഭകളും സമ്മേളിക്കുക. ആദ്യ ദിവസം ഇരുസഭകളും ബഹളത്തിൽ മുങ്ങി അവസാനിക്കുകയും ചെയ്തു. അതിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്താനിരിക്കെ ബില്ലിനെ എതിർത്ത് MP-മാർ. ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് K രാധാകൃഷ്ണനും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ടി മുഹമ്മദ് ബഷീറും പറഞ്ഞു. ആശങ്കകൾ പരിഹരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുകയുണ്ടായി. ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റമായിട്ടാണ് അതിനെ പൊതുവെ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയും അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയൊക്കെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അത് മനുഷ്യനെ വിഭജിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ്. ഗവൺമെൻറ് അതിനൊക്കെ മെനക്കെടുന്നതിന് പകരം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അങ്ങ് വെച്ചിട്ട് കടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് ഉത്തരവാദിത്ത വോട്ട് കൊടുത്താണ് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. അത് നാട്ടിലെ ജനങ്ങളുടെ എല്ലാം അഭിപ്രായം ആരാഞ്ഞ് ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ആളുകളുടെ എല്ലാം അവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുറ്റമറ്റ ബില്ലാക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ പിന്തുണക്കാൻ, ആളുകളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടിയാണ് JPC ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ JPCയിൽ ഫ്രൂട്ട്ഫുള്ളായ ഡിസ്കഷന് പകരം ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളെ നടക്കാത്ത രീതിയിലാണുള്ളതെന്നാണ് JPCയുടെ റിപ്പോർട്ടുകൾ. JPCയിൽ ഫ്രൂട്ട്ഫുള്ളായ ചർച്ചകൾ നടത്തിയിട്ട് JPCയിൽ നിന്നും വരുന്ന നല്ല കുറ്റമറ്റ ബില്ലായിട്ടത് മാറുമ്പോഴേ അതിന് പാർലമെൻറ്റ് അംഗീകരിക്കാൻ പറ്റുള്ളൂ. മുനമ്പം ഇഷ്യൂ സർക്കാർ മുൻകൈയെടുത്തി പരിഹരിക്കേണ്ടതാണ്. അവിടെ സംഭവം വഷളാക്കി ആ വിഷയത്തെ ദുരുപയോഗപ്പെടുത്തി വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ മാക്സിമം അവസരം കൊടുത്തിട്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്കെങ്കിലും വിളിച്ചത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. വളപട്ടണത്ത് വൻ കവർച്ച. കണ്ണൂർ വളപട്ടണത്ത് പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. കണ്ണൂരിലെ വ്യാപാരി KP അഷറഫിന്റെ വീട്ടിൽ നിന്നാണ് 300 പവനും 1 കോടി രൂപയും കവർന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ SP അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച വീട് പൂട്ടി മധുരയിലെ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും. ഇന്നലെ രാത്രി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇന്നലെയാണ് മധുരയിൽ നിന്ന് വന്നത്. രാത്രി 9:15 മണിക്ക്
അപ്പോൾ ഇത് വീട് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ സ്വർണ്ണവും പൈസ എല്ലാം പോയിട്ട് കാണുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ഇതിനെ അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. സ്വർണ്ണം ഏതല്ല അവരെ മകളതും പിന്നെ മകൻ്റെ ഭാര്യൻ്റെത് അതല്ല. കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത് അവർ ഒരു CCTV 2 ആളുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാക്കൾ അകത്തു കിടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ പ്രകാരം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. അടുക്കള ഭാഗത്തെ ഗ്രിൽ തകർത്ത മോഷണ സംഘം ജനൽ അഴിച്ചുമാറ്റി ബെഡ്റൂമിനുള്ളിൽ കടന്നു. അലമാര തകർത്ത് ബെഡ്റൂമിലെ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി. തുടർന്ന് ലോക്കർ തുറന്ന് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കവർന്നു. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലും മോഷണ ശ്രമം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ. ടീം നോക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അനുസരിച്ച് ബാക്കി നടപടി എടുക്കും. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മോഷണം നടന്ന മുറിയിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചു. മോഷ്ടാക്കൾ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. മോഷണം നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. 24 കണ്ണൂർ. എറണാകുളം കളമശ്ശേരി ജെയ്സി എബ്രഹാം കൊലക്കേസിൽ 2 പേർ അറസ്റ്റിലായി. ഗിരീഷ് ബാബു, ഖദീജ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണവും പണവും കവരുന്നതിനാണ് കൊലപാതകമെന്നാണ് പ്രതി ഗിരീഷ് ബാബുവിന്റെ മൊഴി. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. തൃക്കാക്കര സ്വദേശി ഗിരീഷ് ബാബു, പെൺസുഹൃത്ത് ഖദീജ എന്ന പ്രവിത എന്നിവരെയാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഗിരീഷ് ബാബുവിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ജെയ്സിയുടെ സ്വർണവും പണവും കവരുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ഇരുവരും ചേർന്ന് ആസൂത്രണം നടത്തി. ഗിരീഷ് ബാബു ജെയ്സിയുമായി ചേർന്ന് മദ്യപിച്ചു. അബോധാവസ്ഥയിലായ ജെയ്സിയെ ഡെമ്പൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചു നീക്കിയിട്ടു. പോലീസ് നിരീക്ഷണം നടത്തുന്നുണ്ടോ എന്നറിയാൻ പ്രതികൾ കൊലപാതകം നടത്തിയ ഫ്ളാറ്റിന്റെ പരിസരത്തെത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം സ്വർണ്ണവളകളും മാലയുമായാണ് പ്രതി ഫ്ളാറ്റിൽ നിന്ന് മടങ്ങിയത്. കൊലപാതകത്തിനായി സഹോദരന്റെ ബൈക്കിലാണ് ഗിരീഷ് ബാബു സംഭവ സ്ഥലത്തേക്ക് എത്തിയതെന്നും അവിടെ നിന്ന് ഹെൽമെറ്റ് ധരിച്ചാണ് ജെയ്സിയുടെ ഫ്ളാറ്റിൽ കയറിയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കുറ്റകൃത്യം നടത്തിയ ശേഷം നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട പ്രതികളെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എങ്ങനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാമെന്ന് തെളിയിച്ച കേസ് കൂടിയാണ് ജെയ്സി കൊലപാതക കേസ്. തെളിവില്ലാതെ രക്ഷപ്പെട്ടുവെന്ന് കരുതിയ പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. VS രാഹുലിനൊപ്പം S ശ്യാംകുമാർ, 24 കൊച്ചി. മണിപ്പൂരിൽ ആശങ്ക ഒഴിയുന്നില്ല. ജിരിബാമിൽ 3 വയസ്സുകാരനും അമ്മയും മുത്തശ്ശിയും കൊല്ലപ്പെട്ടത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോപ്പി കർഷകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് ആവർത്തിച്ചു വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മണിപ്പൂരിലെ PCC അധ്യക്ഷൻ മേഘചന്ദ്ര 24നോട് പറഞ്ഞു. ഒരു കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 6 പേരാണ് ജിരിബാമിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 3 വയസ്സുകാരനായ എൽ ഷിങ്കെയിൻ ഹാംബ സിംഗിന്റെ തലയോട്ടിയിൽ വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട്. നെഞ്ചിലും ശരീരത്തിലും മുറിവേറ്റ പാടുകളുണ്ട്. കുട്ടിയുടെ അമ്മ എൽ ഹെയ്തോൻബി ദേവിയുടെ ശരീരത്തിൽ നിന്ന് 3 വെടിയുണ്ടകൾ കണ്ടെടുത്തു. മുത്തശ്ശിയുടെ ശരീരത്തിൽ 5 വെടിയുണ്ടകളാണ് ഏറ്റതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതകത്തിന് പിന്നിൽ കുക്കികളാണ് എന്നാണ് ആരോപണം. മണിപ്പൂരിൽ പോപ്പി കർഷകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് പറഞ്ഞു. കാങ്പോക്പിയിലെ പോപ്പി കൃഷിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് നാഗ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ഇടപെടുന്നില്ലെന്ന് PCC അധ്യക്ഷൻ മേഘചന്ദ്ര 24നോട് പറഞ്ഞു. The central government still in silent mood. Why Honorable Prime Minister neglecting the issues of Manipur and he is not concerning seriously of this violence in Manipur. മണിപ്പൂർ സംഘർഷം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MPമാരായ ഡീൻ കുര്യാക്കോസും ബെന്നി ബെഹനാനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മണിപ്പൂരിലെ പോപ്പി കർഷകർക്കെതിരെ കർശന നിലപാടെടുക്കാനാണ് സർക്കാർ തീരുമാനം. സുരക്ഷ കണക്കിലെടുത്ത താഴ്വരകളിലെ സ്കൂളുകൾ 2 ദിവസത്തേക്ക് കൂടി അടച്ചിടും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിനീത VG 24 ഡൽഹി.
പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശിക്കും. വിനീത വിജിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും, അതിന് തൊട്ടു പിന്നാലെ എന്ന് വെച്ചാൽ എപ്പോഴായിരിക്കും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരിക എന്നതിൻ്റെ ഒരു തീയതി തീരുമാനിച്ചിട്ടുണ്ടോ? വിജയകുമാർ, വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയായിരിക്കും, സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമായിരിക്കും അവർ വയനാട് സന്ദർശിക്കുക. ഈ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രാ ചാർട്ട് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത്. വലിയ ആഘോഷത്തോടു കൂടി തന്നെയായിരിക്കും കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ച് പാർലമെന്റിൽ എത്തുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കരുത്ത് പകർന്നത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ആദ്യമായാണ് പാർലമെന്റിൽ എത്തുന്നത്. വയനാട്ടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ തന്നെ വയനാട് നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഒന്നിച്ച് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലേക്ക് എത്തുന്നത് വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ വോട്ട് ചോർച്ച. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്ന നേട്ടമാണ് NDAയ്ക്കുള്ളത്. അതേസമയം വോട്ട് കുറഞ്ഞത് അന്വേഷിക്കുമെന്ന് LDF വയനാട് ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. ആകെ 578 ബൂത്തുകൾ. ഇതിൽ 561ലും UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലീഡ്. 13 ബൂത്തുകളിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും 4 NDAയുടെ നവ്യ ഹരിദാസും ഒന്നാമതെത്തി. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും പ്രിയങ്ക ഗാന്ധി മുന്നേറി. LDF ശക്തികേന്ദ്രമായ മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. 241 വോട്ടിന്റെ ലീഡാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത്. സുൽത്താൻ ബത്തേരിയിൽ 97 ബൂത്തുകളിലാണ് LDF 3ാം സ്ഥാനത്തായത്. കൽപ്പറ്റയിൽ 35ഉം മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും 3ാം സ്ഥാനത്ത്. ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നത് NDAയ്ക്ക് നേട്ടമായി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ NDA 2ാം സ്ഥാനത്തെത്തി. ബത്തേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 ബൂത്തുകളിൽ മാത്രം 2ാം സ്ഥാനത്തായിരുന്ന NDA ഇത്തവണ 14 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് NDAയുടെ വേരോട്ടത്തിന്റെ ആഴം കൂട്ടുന്നു. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് CPIM വയനാട് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഈ വോട്ടിംഗ് കുറഞ്ഞത് വളരെ ഗൗരവമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലപോലെ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചോർച്ച CPIയും പരിശോധിക്കും. 24 വയനാട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രത്യേക സാമ്പത്തിക സഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് കേന്ദ്രമന്ത്രിയും നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഉരുൾപൊട്ടൽ ദുരന്തം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ LDF UDF MPമാർ പാർലമെന്റിൽ നോട്ടീസ് നൽകി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഫെബ്രുവരി 10, 11 തീയതികളിൽ LDF രാപ്പകൽ സമരം നടത്തും. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് കൂടിക്കാഴ്ച. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് KV തോമസ് 24-നോട് പറഞ്ഞു. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഔദാര്യമല്ല, നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ കൈമാറിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 13-നാണ് സംസ്ഥാനം ആവശ്യം അറിയിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. 24 ഡൽഹി. മഹാരാഷ്ട്രയിൽ വലിയ ജയം നേടിയിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ മഹായുതി സഖ്യം. RSS നേതൃത്വവും അജിത് പവാറും BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഷിൻഡെ വിഭാഗം അവകാശവാദം കടുപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വോട്ടെടുപ്പിൽ കൃത്രിമം ആരോപിച്ച കോൺഗ്രസ് വിവേപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ സമീപിക്കും. ഫഡ്നാവിസോ ഏക്നാഥ് ഷിൻഡെയോ ആരാകും മുഖ്യമന്ത്രി?
ദില്ലിയിൽ മുന്നണി നേതാക്കൾ അമിത്ഷായുമായി ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. BJPയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച ഫട്നാവിസ് തന്നെ വേണമെന്നാണ് RSS. NCP നേതാവ് അജിത് പവാറും ഈ ആവശ്യത്തിൽ ഒപ്പമുണ്ട്. എന്നാൽ മറാഠ സമുദായക്കാരനായ ഷിൻഡെയ്ക്ക് ഒരിക്കൽ കൂടി അവസരം വേണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത്. ലാഡ്ലി ബഹൻ പോലെ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായ പദ്ധതി ഷിൻഡെയുടെ ബുദ്ധിയെന്നാണ് വാദം. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷിൻഡെയെ പിണക്കാൻ BJP ശ്രമിച്ചേക്കില്ല. ഒരു മുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുല തന്നെയാകും നടപ്പാവുക. നാളെ നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ വ്യാപക തിരിമറി നടന്നെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിലെല്ലാം VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. വെള്ളിയാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ നൽകാനുള്ള സമയം. അതേസമയം ദില്ലിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ഹൈക്കമാൻഡിനോട് രാജ്യസന്നദ്ധത അറിയിക്കും. 24 മുംബൈ. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കോൺഗ്രസിന് തിരിച്ചടി. തെരഞ്ഞെടുപ്പിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഹർജിയിൽ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. നയപരമായ തീരുമാനമെടുക്കുന്നത് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരായ 11 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഉത്തർപ്രദേശിലെ സാംഭാലിൽ മസ്ജിദ് സർവേക്ക് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ മരണം 5ആയി. വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും വെടിയുണ്ടകളും കണ്ടെടുത്തു. സംഘർഷത്തിൽ BJP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന അഭിഭാഷക സംഘം കോടതി ഉത്തരവനുസരിച്ച് ഷാഹി ജുമ്മ മസ്ജിദിൽ സർവേക്കെത്തിയത്. മണിക്കൂറുകളോളം നീണ്ട സർവേ നടപടികൾക്കിടെ ജനക്കൂട്ടം അക്രമാസക്തരാവുകയായിരുന്നു. വെടിവയ്പിൽ ഇതുവരെ 5 പേർ കൊല്ലപ്പെട്ടു. 20 പോലീസുകാർക്കും 4 സർവേ ഉദ്യോഗസ്ഥർക്കും പരുക്കേറ്റു. സംഘർഷത്തിൽ 21 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവംബർ 30 വരെ പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രവേശന വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഇന്റർനെറ്റ് സംവിധാനങ്ങളും വിലക്കി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മൊറാദാബാദ് DIG G മുനിരാജ് അറിയിച്ചു. അതേസമയം സംഘർഷത്തിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്ന വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ രാഹുൽ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ചർച്ചയാവാതിരിക്കാൻ BJP സൃഷ്ടിച്ചതാണ് സംഘർഷമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ വിമർശനം. റിസർച്ച് ഡെസ്ക് 24. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കലാശപ്പോരിൽ ഇന്ത്യയുടെ കൗമാരതാരം D ഗുകേഷ് നിലവിലെ ലോക ചാമ്പ്യനെ നേരിടും. സിംഗപ്പൂരിൽ ഉച്ചയ്ക്ക് 2:30 മുതലാണ് മത്സരം. ചതുരംഗക്കളത്തിലെ പുതിയ ലോക ചാമ്പ്യനെ കണ്ടെത്താനുള്ള കരുനീക്കങ്ങൾക്ക് ഇന്ന് തുടക്കം. കലാശപ്പോരിൽ മുഖാമുഖമെത്തുന്നത് ചാമ്പ്യൻ പട്ടം നിലനിർത്താനെത്തുന്ന ചൈനയുടെ ഡിംഗ്ലെറനും ഇന്ത്യയുടെ സ്വന്തം D ഗുകേഷും. ഡിസംബർ 13 വരെ നീണ്ടു നിൽക്കുന്ന ഫൈനലിൽ ആകെ 14 ക്ലാസിക്കൽ ഗെയിമുകൾ. ജയത്തിന് 1 പോയിന്റും സമനിലയ്ക്ക് 1/2 പോയിന്റും ലഭിക്കും. ആദ്യം 7.5 പോയിന്റ് നേടുന്നവരാണ് ജേതാക്കളാവുക. 14 റൗണ്ടിന് ശേഷം പോയിന്റ് നില തുല്യമെങ്കിൽ സമയപരിധി വച്ചുള്ള റാപ്പിഡ് ബ്ലിറ്റ്സ് ടൈ ബ്രേക്കറിലൂടെ ജേതാവിനെ നിശ്ചയിക്കും. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന നേട്ടത്തിൽ കണ്ണുവച്ചാണ് D ഗുകേഷ് ഫൈനൽ പോരിനിറങ്ങുന്നത്. വെറും 18 വയസ്സുള്ള ഗുകേഷ് കിരീടം നേടുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനുമാകും. നിലവിൽ ലോക റാങ്കിങ്ങിൽ ഗുകേഷ് 5-ാം സ്ഥാനത്തും ഡിംഗ്ലെറൻ 23-ാം സ്ഥാനത്തുമാണ്. സ്പോർട്സ് ഡെസ്ക് 24. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ഉച്ചവരെ 50,000-ഓളം ഭക്തർ ദർശനം നടത്തി. ശബരിമലയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അവധി ദിനമായിട്ടും ഇന്നലെ ശബരിമലയിൽ തിരക്ക് കുറവായിരുന്നു. 64,188 പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. എന്നാൽ ഇന്ന് രാവിലെയോടെ വീണ്ടും തിരക്ക് കൂടി.
1 മണിവരെ 50,000-നടുത്ത് ഭക്തരാണ് മല കയറിയത്. സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് വരുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. തുടർച്ചയായി തത്സമയ ബുക്കിംഗിന്റെ എണ്ണം 10,000 കടന്നു. വെർച്വൽ ക്യൂവിനൊപ്പം പരമാവധി തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും ശബരിമലയിൽ എത്തിക്കാനാണ് നീക്കം. തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷയ്ക്കും നിയോഗിച്ച 2ാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ചുമതലയേറ്റു. ഡിസംബർ 6 വരെ 12 ദിവസമാണ് പുതിയ ബാച്ചിന് ഡ്യൂട്ടി. 8 ഡിവൈഎസ്പിമാരുടെ കീഴിൽ 27 CI, 90 SI, 1250 CPOമാരാണ് ഡ്യൂട്ടിക്കുള്ളത്. അതിനിടെ ശബരിമല പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഡ്യൂട്ടി മാജിസ്ട്രേറ്റിനും ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കുമാണ് നിർദ്ദേശം നൽകിയത്. ഓർക്കിഡ് പുഷ്പാലങ്കാരം അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. 24 സന്നിധാനം. 24 ക്യാമ്പയിൻ ചുരമിറങ്ങാതെ ചികിത്സ വേണം. പരാധീനതകൾക്ക് നടുവിലാണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ്. എക്സ്റേ, സ്കാനിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തത രോഗികളെ വലയ്ക്കുകയാണ്. ആദിവാസി വിഭാഗക്കാരടക്കം ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനാണ് ഈ ദുരവസ്ഥ. വയനാടിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷത്തേക്കും അധികാരികളിലേക്കും എത്തിക്കുന്ന 24 വാർത്താ പരമ്പര തുടരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 2 എക്സ്റേ മെഷീനുകളുണ്ട്. OP കൗണ്ടറിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ്. ഈ അടച്ചിട്ട മുറിയിൽ എക്സ്റേ യൂണിറ്റ് വിശ്രമത്തിൽ. അത്യാഹിത വിഭാഗത്തിന് താഴെയുള്ള മറ്റൊരു യൂണിറ്റ് കൊണ്ടാണ് ഈ സംവിധാനം നിലനിന്നു പോകുന്നത്. എക്സ്റേ എടുക്കാൻ തിരക്കുള്ള സമയങ്ങളിൽ OPയിലും കാഷ്വാലിറ്റിയിലും വരുന്ന രോഗികൾ പുറത്തെ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഈ ആശുപത്രിക്ക് അടിയന്തരമായിട്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള CTയും MRIയും എക്സ്റേ മെഷീനും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ഗവൺമെൻറ് സജ്ജമാകേണ്ടതുണ്ട്. കേടുവരുന്ന സമയം 2-3 മാസം CT സ്കാൻ മുടങ്ങുകയും പിന്നെ പ്രവർത്തനക്ഷമമല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. അതുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു CT സ്കാനും MRIയും അടക്കം ഈ ജില്ലാ ആശുപത്രിയിൽ അത്യന്താപേക്ഷിതമാണ്. CT സ്കാനിന്റെ സ്ഥിതിയും ഇതുപോലെയെന്ന് ആശുപത്രിയിലെത്തിയവർ പറയുന്നു. 2012-ൽ MP ആയിരുന്ന MI ഷാനവാസാണ് CT സ്കാൻ മെഷീൻ കൈമാറിയത്. വലിയ തുക നൽകിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. MRI സ്കാനിംഗ് യൂണിറ്റ് ഇവിടെയില്ല. അതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. നിർധനരായ മനുഷ്യർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചുരമിറങ്ങാതെ വഴിയില്ല. നമുക്കിവിടെ ഒരു അത്യാവശ്യം വേണ്ടത് ഒരു MRI സ്കാനിംഗ് കൂടെയും നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായ ഒരു സംഭവം. നമ്മൾ രോഗികൾ എത്രയോ മരണപ്പെടാണ്ട് നമുക്കിവിടെ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ സ്ഥിതികൾ മൊത്തത്തിൽ മാറ്റം വരുത്തണം. നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെ പേരിലൊതുങ്ങാണ്ട് ഇവിടെ നിലവിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ അപര്യാപ്തതകൾ ഏറെയുണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണ്ടേ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.